ഓം നമോ നാരായണായ. നമസ്കാരം. നാരായണീയം 33-ാം ദശകം അംബരീഷ ചരിതം 6-ാമത്തെ ശ്ലോകം മുതൽ കേൾക്കാം. മധ്യാഹ്ന കർമ്മങ്ങൾ കഴിഞ്ഞ് ദുർവാസാവ് മഹർഷി യമുനാ നദിയിൽ നിന്ന് വളരെ വൈകിയാണ് അംബരീഷൻ്റെ ആശ്രമത്തിലെത്തുന്നത്. അപ്പോഴേക്കും അംബരീഷൻ ജലം മാത്രം പാനം ചെയ്ത് പാരണ നിർവഹിച്ചിരുന്നു. ഇതറിഞ്ഞ മഹർഷി കോപിഷ്ഠനായി തൻ്റെ ജടയിൽ നിന്നും കൃത്യ എന്നൊരു രാക്ഷസിയെ സൃഷ്ടിച്ചു. ഇതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത്. അഗ്നിമയിയും സംഹാരരൂപിണിയുമായ കൃത്യ എന്ന ആ രാക്ഷസി കയ്യിൽ വാളുമൊക്കെയായിട്ട് അംബരീഷനെ വധിക്കാനായി അംബരീഷൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ അംബരീഷൻ അതിനെ എങ്ങനെയാണ് നേരിട്ടത്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നാണ് 6-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. കൃത്യാം ച താമസിധരാം ഭുവനം ദഹന്തീം അഗ്രേ അഭിവീക്ഷ്യ നൃപതിർനപദാച്ച കമ്പേ ത്വദ്ഭക്തഭാതമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത്. കോപിഷ്ഠനായ ദുർവാസാവ് മഹർഷിയുടെ ജടയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട കൃത്യ എന്ന സംഹാരരൂപിണിയായ രാക്ഷസി കയ്യിൽ വാളുമായി അംബരീഷനെ ഭസ്മമാക്കുന്നതിനായി അംബരീഷന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ അംബരീഷൻ നിന്നിടത്ത് നിന്നും ചലിക്കാതെ അചഞ്ചലനായി അങ്ങനെ നിന്നു എന്നാണ് പറയുന്നത്. അംബരീഷന് ഒരു ഭയവും തോന്നിയില്ല. പ്രഹ്ലാദന്റെ കഥയിൽ ഹിരണ്യകശിപു പ്രഹ്ലാദനെ ഇല്ലാതാക്കുന്നതിനായി വളരെയധികം ക്രൂരമായ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ഇത്രയൊക്കെ പീഡകൾ അച്ഛനിൽ നിന്നും ലഭിച്ചിട്ടും പ്രഹ്ലാദന് ഒരു കൂസലും ഉണ്ടാകുന്നില്ല. കാരണം അച്ഛൻ്റെ പീഡകൾ ഏറ്റുവാങ്ങുമ്പോഴും അച്ഛനിലൂടെ ഭഗവാനെയാണ് പ്രഹ്ലാദൻ കാണുന്നത്. ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയായിട്ടാണ് പ്രഹ്ലാദന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പ്രഹ്ലാദന് ഒരു ഭയവും തോന്നുന്നില്ല. മാത്രമല്ല പ്രഹ്ലാദന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. അതുപോലെ അംബരീഷനും ഇവിടെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ്. തനിക്കൊന്നും ചെയ്യാനാവില്ല. ഭഗവാന്റെ ഇച്ഛ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന മനോഭാവത്തോടു കൂടിയാണ് നിന്നിടത്ത് നിന്നും അനങ്ങാതെ അങ്ങനെ നിന്നത്. തന്നിൽ ഏകാന്ത ഭക്തിയുള്ള ഭക്തന്മാർക്ക് യാതൊരു തരത്തിലുള്ള ഭയവും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ കഥകളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. അംബരീഷൻ ഒരു ആപത്ത് വന്നപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ സുദർശന ചക്രം അംബരീഷനെ രക്ഷയ്ക്കായി എത്തുകയാണ്. തൻ്റെ ഭക്തനെ ഒരാപത്തിൽപ്പെട്ട് വിഷമിക്കുന്നതിന് പോലും ഇടകൊടുക്കാതെ സുദർശന ചക്രം അംബരീഷന്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണത്രേ പ്രത്യക്ഷീഭവിച്ചത്. അങ്ങനെ സുദർശന ചക്രം കൃത്യയാകുന്ന തീയിൽ വീണ ഒരു പാറ്റയെ പോലെ ആക്കി തീർത്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് സുദർശന ചക്രത്തിന്റെ ഉഗ്ര തേജസ് കൃത്യ എന്ന അഗ്നിമയ്യായ ആ രാക്ഷസിയെ ഭസ്മമാക്കി കളഞ്ഞു. ഇതെല്ലാം കണ്ടുനിന്ന ദുർവാസാവ് മഹർഷി അവിടെ നിന്നും പേടിച്ചോടാൻ തുടങ്ങി. സുദർശന ചക്രം ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. ഇതിനെല്ലാം കാരണക്കാരനായ ആ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ പാഞ്ഞു ചെന്നു. അങ്ങനെ തൻ്റെ രക്ഷയ്ക്കായി ഓടിക്കൊണ്ടിരിക്കുന്ന ദുർവാസാവ് മഹർഷിയെ സുദർശന ചക്രം പിന്തുടർന്നു. ഇപ്രകാരം പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ദുർവാസാവ് മഹർഷി ആരെയൊക്കെയാണ് ശരണം പ്രാപിച്ചത് എന്നാണ് 7-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ധാവന്നശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കാലചക്രമതിലംഘയതീത്യപാസ്ത സർവം യയൗ സജ ഭവന്തമവന്തദൈവ. തനിക്കെന്താണ് ഇനിയൊരു രക്ഷ? ആരാണ് തന്നെ രക്ഷിക്കുക? എവിടേക്കാണ് താൻ പോകേണ്ടത് എന്നൊന്നും അറിയാതെ, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയാതെ ദുർവാസാവ് മഹർഷി അങ്ങനെ ഓടി നടക്കുകയാണ്. സമുദ്രത്തിൽ പോയി നോക്കി, പാതാളത്തിൽ പോയി നോക്കി, അവിടെയൊന്നും ഒരു രക്ഷയുമില്ല. സുദർശന ചക്രം അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ പേടിച്ച് സർവ്വഭുവനങ്ങളിലും തൻ്റെ രക്ഷയ്ക്കായി ദുർവാസാവ് മഹർഷി ഓടി നടന്നു. മഹർഷി എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ സുദർശന ചക്രവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അങ്ങനെ മഹർഷിക്ക് ബ്രഹ്മാവിനെ ഓർമ്മ വന്നു. ഉടൻ തന്നെ അദ്ദേഹം ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അയ്യോ സുദർശന ചക്രമോ, എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാലത്തെ എന്ന പോലെ കാലസ്വരൂപമായ സുദർശന ചക്രത്തെ ലംഘിക്കാൻ ആർക്കും സാധിക്കുകയില്ല.
എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് കൈയൊഴിഞ്ഞു. ശിവന്റെ അംശാവതാരമായ ദുർവാസാവ് മഹർഷി ശിവനെ അഭയം പ്രാപിക്കുന്നു. ബ്രഹ്മാവ് എന്തെങ്കിലും പറയുകയെങ്കിലും ചെയ്തു. എന്നാൽ ശിവനാകട്ടെ ഒന്നും മിണ്ടാതെ ആ വൈഷ്ണവ തേജസ്സിനെ വണങ്ങുക മാത്രമാണ് ചെയ്തത്. ശിവന്റെ ആ വണക്കത്തിൽ തന്നെ ഈ വൈഷ്ണവ തേജസ്സിന് മുന്നിൽ തനിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് മഹർഷിയെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ ബ്രഹ്മാവും ശിവനും കൈയൊഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി വിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നതിനായി വൈകുണ്ഠലോകത്തിലേക്ക് ചെല്ലുന്നു. അതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോചേ ഭവാനഹമൃഷേ അനുഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യം പരീശപദമേവ ഭജേതി ഭൂമൻ. ശിവനും കൂടി കൈയൊഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി വിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നതിനായി വൈകുണ്ഠ ലോകത്തിൽ എത്തുന്നു. വൈകുണ്ഠ ലോകത്തിലെത്തിയ മഹർഷി സർവവ്യാപിയായ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ച് തന്നെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ മേൽപ്പത്തൂരോട് പറയാണ്, അല്ലയോ ഭഗവാനെ, മഹർഷി അങ്ങേ അഭയം പ്രാപിച്ചപ്പോൾ അങ്ങ് എന്താണ് പറഞ്ഞത്? താൻ ഭക്തജനങ്ങളുടെ എല്ലാം ദാസനാണ് എന്നാണല്ലോ. ഭഗവാൻ വീണ്ടും പറഞ്ഞു, അല്ലയോ മഹർഷിയെ, അങ്ങ് അറിവുള്ളവനാണ്, മഹാതപസ്വിയാണ്. എന്നാൽ അങ്ങയുടെ അറിവും തപസ്സും വിനയത്തോടു കൂടി ചേർന്നതാണെങ്കിലേ അത് ശ്രേഷ്ഠമാകുന്നുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, അതെല്ലാം വെറുതെയാണ്. ഈ ആപത്തിൽ നിന്നും അങ്ങേ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. തന്നിൽ ഏകാന്ത ഭക്തിയുള്ള തൻ്റെ ഭക്തന്മാരുടെ ദാസനാണ് താനിവിടെ സ്വതന്ത്രനല്ല. മഹാഭാഗനായ അംബരീഷന്റെ ദാക്ഷിണ്യം അങ്ങേക്ക് ലഭിച്ചാൽ മാത്രമേ അങ്ങ് ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ ഭഗവാൻ തന്നേക്കാൾ തൻ്റെ ഭക്തനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തന്നേക്കാൾ തൻ്റെ ഭക്തന്മാരാണ് ആദരണീയർ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അംബരീഷന്റെ ഈ കഥയിലൂടെ. അങ്ങനെ ഭഗവാൻ മഹർഷിയോട് പറഞ്ഞു, അല്ലയോ മഹർഷിയെ, അങ്ങ് അംബരീഷനെ പോയി ശരണം പ്രാപിച്ചാലും അംബരീഷന് മാത്രമേ അങ്ങയെ ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ദുർവാസാവ് മഹർഷി അംബരീഷനെ ശരണം പ്രാപിക്കാനായി അംബരീഷന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവതസ്ത്രമസാവനൗഷീത് ചക്രേ ഗതേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വദ്ഭക്തിമാഗസി കൃതേപി കൃപാം ച സംസൻ. അങ്ങനെ ഭഗവാൻ വിഷ്ണുവും കൈവിട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അംബരീഷനെ ശരണം പ്രാപിക്കാനായി ദുർവാസാവ് മഹർഷി അംബരീഷന്റെ അടുക്കിലേക്ക് ഓടിയെത്തി. അംബരീഷന്റെ കാൽക്കൽ വീണ് മാപ്പു പറയാനായി ഒരുങ്ങിയപ്പോൾ അംബരീഷൻ തടഞ്ഞു. അയ്യോ, അങ്ങേപ്പോലുള്ള മഹാതപസ്വികൾ സാധാരണക്കാരനായ ഒരു രാജാവിൻ്റെ കാൽക്കൽ വീഴാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹർഷിയെ എങ്ങനെ എണീപ്പിക്കുകയാണ്. അതാണ് അംബരീഷന്റെ വിനയം. അപ്പോഴാണ് മഹർഷിയെ പിന്തുടർന്നു വന്ന സുദർശന ചക്രം പിന്മാറിയിട്ടില്ല എന്ന് അംബരീഷൻ കണ്ടത്. അംബരീഷന് ശരിക്കും വിഷമമാണ് തോന്നിയത്. കാരണം അംബരീഷൻ വിചാരിക്കാതെയാണ് സുദർശന ചക്രം അംബരീഷന്റെ രക്ഷയ്ക്കായിട്ട് എത്തുന്നത്. താൻ കാരണം മഹർഷിക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകളൊക്കെ വന്നുവല്ലോ എന്നോർത്ത് അംബരീഷന് വിഷമമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അംബരീഷൻ സുദർശന ചക്രത്തെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ മഹർഷിയോട് ക്ഷമിച്ചാലും അങ്ങ് മടങ്ങിപ്പോയാലും എന്ന് പറഞ്ഞ് സ്തുതിച്ചപ്പോൾ സുദർശന ചക്രം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഭഗവത് നിയോഗമനുസരിച്ച് അംബരീഷിനെ പരീക്ഷിക്കാനായിട്ടാണ് ദുർവാസാവ് മഹർഷി എത്തിയതെങ്കിലും മഹർഷി ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഭഗവാൻ ഇടപെടുമെന്നാണ് മഹർഷി കരുതിയത്. എന്നാൽ ഇവിടെ ഭഗവാനും കൈവിടുകയാണ് ചെയ്തത്. ഇവിടെ ഭഗവാൻ എല്ലാ നിയന്ത്രണങ്ങളും തൻ്റെ ഭക്തനാണ് നൽകുന്നത്. തൻ്റെ ഭക്തന്റെ രക്ഷയ്ക്കായി തൻ്റെ സുദർശന ചക്രം തൻ്റെ ഭക്തന് നൽകുന്നു. അതിനെ പിന്തിരിപ്പിക്കുന്നതിനുള്ള കഴിവും ഭക്തന് നൽകുന്നു.
ഇതെല്ലാം കണ്ട് ദുർവാസാവ് മഹർഷി അത്ഭുത സ്തബ്ധനായി അങ്ങനെ നിന്നു. മഹർഷി ചിന്തിക്കുകയാണ്, താൻ വലിയ തപസ്യൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതാണ് യഥാർത്ഥ ഭക്തൻ, ഇതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് അംബരീഷനെ പ്രശംസിക്കുകയാണ് ദുർവാസാവ് മഹർഷി. എത്ര വലിയൊരു അപരാധമാണ് താൻ അംബരീഷനോട് ചെയ്തത്, എന്നിട്ട് പോലും അംബരീഷൻ തന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇതിൽ സന്തുഷ്ട ചിത്തനായ ദുർവാസാവ് മഹർഷി അംബരീഷന്റെ കാരുണ്യത്തെയും ഭഗവത് ഭക്തിയെയും പ്രശംസിച്ചുകൊണ്ട് സകല വിധത്തിലുള്ള നന്മകളും ആശംസിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. ഇനി തൻ്റെ പുറകെ പാഞ്ഞു വരുന്ന സുദർശന ചക്രത്തെ കണ്ട് ഭയപ്പെട്ട ദുർവാസാവ് മഹർഷി സകല ഭുവനങ്ങളിലും ഓടി നടന്നു. അവസാനം ഭഗവാൻ വിഷ്ണു പറഞ്ഞതനുസരിച്ച് അംബരീഷനെ ശരണം പ്രാപിക്കാനായി അംബരീഷന്റെ ഭവനത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇതിനായി ദുർവാസാവ് മഹർഷി എടുത്ത സമയം ഭൂമിയിൽ ഏകദേശം 1 വർഷമാണ് എന്നാണ് പറയുന്നത്. ഈ 1 വർഷക്കാലം അംബരീഷൻ എന്തു ചെയ്തു എന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. രാജാ പ്രതീക്ഷ മുനിമേക സമാമനാശ്വാൻ സംഭോച്യ സാധുതം ഋഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രതോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായ. തൻ്റെ പുറകെ പാഞ്ഞു വരുന്ന സുദർശന ചക്രം കണ്ട് ഭയന്നോടിയ ദുർവാസാവ് മഹർഷി സകല ഭുവനങ്ങളും ഓടി നടന്നു. ബ്രഹ്മാവിനെയും ശിവനെയും വിഷ്ണുവിനെയും ശരണം പ്രാപിച്ചു. അവസാനം വിഷ്ണു പറഞ്ഞതനുസരിച്ച് അംബരീഷനെ ശരണം പ്രാപിക്കാനായി അംബരീഷന്റെ അടുക്കൽ ഓടിയെത്തുന്നു. ഇപ്രകാരം അംബരീഷന്റെ അടുത്ത് തിരിച്ചെത്താനായി ദുർവാസാവ് മഹർഷി എടുത്തത് ഭൂമിയിലെ 1 വർഷം സമയമാണ്. ഈ 1 വർഷക്കാലം അംബരീഷൻ ജലം പാനം ചെയ്ത് പാരണ നിർവഹിച്ചതുപോലെ ജലം മാത്രം ഭക്ഷിച്ച് അന്നം ഭക്ഷിക്കാതെ കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത്. അംബരീഷന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ദുർവാസാവ് മഹർഷി അംബരീഷന്റെ അതിഥി സൽക്കാരം സ്വീകരിക്കുന്നു. അങ്ങനെ മഹർഷിയെ യഥാവിധത്തിൽ സൽക്കരിച്ച് ഭക്ഷണം കൊടുത്ത് ഊട്ടിയതിനു ശേഷം സന്തോഷചിത്തനായി മടക്കി അയക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മഹർഷിയെ സന്തുഷ്ടനായി തിരിച്ചയച്ചതിന് ശേഷമാണ് അംബരീഷൻ അന്നം കഴിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ തൻ്റെ ദാസനായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ അംബരീഷന് ഭഗവാനിലുള്ള ഭക്തി പൂർവാധികം വർദ്ധിച്ചു. അങ്ങനെ അംബരീഷൻ ഭഗവാനിൽ ദൃഢഭക്തിയുള്ളവനായി. അങ്ങനെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് വിരക്തനായി രാജ്യഭാരമെല്ലാം മക്കളെ ഏൽപ്പിച്ച് അംബരീഷൻ വനത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഭഗവാനെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ധ്യാനനിമഗ്നനായി അങ്ങനെ കഴിഞ്ഞു വരവേ ഭഗവാൻ അംബരീഷന് മോക്ഷം നൽകി തന്നോടുകൂടി ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ തൻ്റെ ഭക്തന് വേണ്ടി എന്തും വിട്ടു നൽകുന്ന ഭക്തവത്സലനായ അല്ലയോ ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം ഉപസംഹരിക്കുന്നത്.